എല്ലാവർക്കും മല്ലു സ്കോബാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പത്തനംതിട്ടയിൽ നമുക്ക് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരു ഗെറ്റ് ടുഗദർ ചെയ്യാനും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ ഒരു റിസപ്ഷനോ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഈ ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തുന്നതിന് പിന്നിൽ ഒരു കഥയുണ്ട്. കുട്ടിക്കാനം വരെ പോയി അവിടെ സ്റ്റേ എടുത്ത് ഒന്ന് ചില്ല് ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് പോയി വരണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞങ്ങൾ. അപ്പോൾ വെറുതെ എയർബിഎൻബിയിൽ കയറിയിട്ട് പത്തനംതിട്ടയിൽ എന്തെങ്കിലും നല്ല പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോഴായിരുന്നു വീടിനടുത്ത് തന്നെ ഇത്രയും അടിപൊളി ഒരു ഫാം ഹൗസ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞത്. അപ്പോൾ എയർബിഎൻബിയിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സുഖമായിട്ട് കിട്ടും. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ മറ്റ് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, നമ്മുടെ ഓണറിന്റെ കോൺടാക്ട് നമ്പർ, കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ പ്രോപ്പർട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ടയിലെ ആറന്മുള അമ്പലത്തിനടുത്ത്, അതായത് കിടങ്ങന്നൂരിനും കുഴിക്കാല എന്നൊരു ചെറിയൊരു ഗ്രാമമുണ്ട്, അതിനും ഇടയിൽ റോഡിൽ വരുന്നതാണ് ഈ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ കുടിൽ ഹോം സ്റ്റേ. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു ഫാം സ്റ്റേ ആണ്. ഇതിന്റെ ഓണർ അദ്ദേഹം ഈ ഒരു സ്ഥലം മേടിച്ച് അവിടെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം ഇതുപോലെ നമ്മളെപ്പോലുള്ള പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് താമസിക്കാനും ജസ്റ്റ് ഒന്ന് ആ ഒരു ഫാം ഹൗസും ഒക്കെ എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി. എല്ലാവിധ ലക്ഷറി അമ്യൂണിറ്റീസും കാര്യങ്ങളും എല്ലാം ആ ഒരു പത്തനംതിട്ടയുടെ സൗന്ദര്യവും ആ ഒരു പ്രകൃതി ഭംഗിയും ഫാം ഹൗസിന്റെ ആ ഒരു വൈബും ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് പോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പ്രോപ്പർട്ടി ഏകദേശം ഒരു 5 ഏക്കറിനോട് ഉള്ളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് വളരെ ഒരു ഭയങ്കര പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്പേസിലാണ്. ഇപ്പൊ നിങ്ങളൊരു ഫ്രണ്ട്സ് ആയിട്ടുള്ള ഗെറ്റ് ടുഗദർ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ട് ഒന്ന് പോയി നിൽക്കണം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോൾ ഒരു ഫംഗ്ഷൻ, ഇപ്പോൾ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള വെഡ്ഡിങ് ഫംഗ്ഷൻ, റിസപ്ഷൻ, അങ്ങനെയുള്ള എല്ലാ ഫംഗ്ഷൻസിനും നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനെല്ലാം വേണ്ടി അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആളുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ കൊടുത്തേക്കാം. അപ്പോൾ ഇവിടുത്തെ ഒരു ചെക്ക് ഇൻ ടൈമും കാര്യങ്ങളും എല്ലാം വരുന്നത് നോർമലി നമ്മളൊരു ഹോട്ടൽ, റിസോർട്ടൊക്കെ ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. എയർബിഎൻബിയിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്ത ദിവസം ഏകദേശം ഒരു 12:30-1 മണിയോട് അടുപ്പിച്ച് നമുക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. പിറ്റേ ദിവസം ഒരു 12 മണിക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി അമ്യൂണിറ്റീസും കാര്യങ്ങളും വെള്ളവും ഭക്ഷണം പോലും നമ്മൾ നേരത്തെ പ്രീ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ അദ്ദേഹം നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയുള്ള ഡെലിവറി ഫുഡ് ഓപ്ഷൻസും കാര്യങ്ങളെല്ലാം ഏകദേശം രാത്രി ഒരു 12 മണി വരെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പം എന്തുകൊണ്ടും നമ്മളിപ്പോൾ പത്തനംതിട്ടയിൽ നല്ലൊരു സ്റ്റേ നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇത് തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ഹോട്ടൽ റൂമിലൊക്കെ വെറുതെ ഒരു ഐസൊലേറ്റഡ് ലൊക്കേഷനിൽ നിൽക്കാതെ ഇതുപോലെ പ്രകൃതി ഭംഗിയും ഒരു ഫാം ഹൗസിന്റെ ആ ഒരു വൈബും കാര്യങ്ങളൊക്കെ കിട്ടി നിൽക്കുന്നതിന്റെ ഒരു രസമൊന്നും വേറെ തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് കൃഷിയും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കണ്ട് ഈ പ്രോപ്പർട്ടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അത്യാവശ്യം പ്രൈവസി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ നമ്മുടെ ആ ഒരു സ്റ്റേയും കാര്യങ്ങൾ എൻജോയ് ചെയ്യാനും കുറച്ചുകൂടെ റിലാക്സ് ആവാനും ഒക്കെ ഒരു നല്ലൊരു അവസരമാണ്. അതുപോലെ തന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ വളരെയധികം മികച്ചൊരു ബഡ്ജറ്റിലാണ് വരുന്നത്. കാരണം അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റിൽ തന്നെയാണ് വരുന്നത്. ഇവിടെ മെയിനായിട്ടുള്ളത് 2 റൂംസും പിന്നെ അതിൻ്റെ നടുക്കൊരു ഹാള്, പിന്നെ താഴെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ളൊരു സ്പേസ്, ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാൻ ഒരു ഏരിയ, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഒരുപാട് ജാതിത്തോട്ടം, ഒരുപാട് കപ്പ കൃഷി, അങ്ങനെ ഒരുപാട് റിച്ചായിട്ടും അഗ്രികൾച്ചർ റിച്ചായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടിയുടെ ചുറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഒരു മീൻകുളമുണ്ട്. അപ്പം എല്ലാം കൊണ്ടും നമ്മൾ കുട്ടികളുമായിട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അവരെയും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും കാണിച്ചു കൊടുക്കാനും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു സ്റ്റേ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ നിന്ന് എന്തായാലും ലഭിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കുറെ തവണ ഗൂഗിളിലും ഒക്കെ കയറി നോക്കി ഒന്ന് വെരിഫൈ ചെയ്തു. ശരിക്കും നമ്മുടെ അടുത്ത് തന്നെ ആണോ, ഇത് പത്തനംതിട്ടയിൽ തന്നെ ആണോ എന്നൊരു ഡൗട്ട് തോന്നി. കാരണം മുമ്പ് നമ്മൾ ആരും ഇത് പറഞ്ഞു കേട്ടിട്ടുമില്ല, അധികം ആൾക്കാർക്കൊന്നും അറിയത്തുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സ്ഥലം
ഇതൊരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. ഈ സ്ഥലം ഇത് കുറെ ആൾക്കാർ യൂട്ടിലൈസ് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ അന്നത്തെ ദിവസം നേരത്തെ പോയിട്ട് ചെയ്യാനായിട്ടും എനിക്ക് തോന്നിയത്. കാരണം അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ ഒരു പ്രോപ്പർട്ടിയെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി അവിടെ താമസിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അതുപോലെ നാട്ടിലുള്ളവർക്കെല്ലാം ഈ ഒരു പ്രോപ്പർട്ടി സജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ അവിടുത്തെ ഒരു മീൻകുളവും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല വൈബാണ്, നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു അന്തരീക്ഷ സമയത്തായിരുന്നു ഞങ്ങൾ അവിടെ ചെന്നതും ഒക്കെ. അന്ന് ചെറിയൊരു വൈകിട്ട് ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. ഒരുപാട് പൂക്കളും ഒക്കെ ആയിട്ട് അടിപൊളി ഒരു പീസ്ഫുൾ ഒരു അന്തരീക്ഷമാണ് ആ ഒരു സ്ഥലത്തിന്. അതുപോലെ തന്നെ എസ്പെഷ്യലി പറയേണ്ടത് ആ ഒരു ഓണറിൻ്റെ നമ്മുടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളും. നമ്മൾ എന്ത് നീഡ് പറഞ്ഞാലും അദ്ദേഹം അതിനെല്ലാം വില്ലിംഗ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കും. ഇപ്പം ഏകദേശം ഒരു 20 ആൾ ചെന്നാൽ പോലും അവിടെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ബെഡ് ഇടുകയും അതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അദ്ദേഹം നമുക്ക് ചെയ്തു തരും. അപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ വീട്ടിലൊരു കല്യാണ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്രണ്ട്സ് എല്ലാവരോട് പെട്ടെന്ന് ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യും, ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് പോകണ്ട, അങ്ങനെ ഒരു പെട്രോൾ എക്സ്പെൻസിലേക്ക് പോകണ്ട, എന്നാൽ നാട്ടിൽ തന്നെ ചില്ല് ചെയ്യണം, എന്നാൽ അത് നല്ല പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആയിരിക്കണം എന്നാണ് നിങ്ങളുടെ ഒരു ചോയ്സ് എങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് കുടിൽ ഹോം സ്റ്റേ. അതുപോലെ തന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളെല്ലാം. ഇപ്പോൾ ഒരു 4-5 കാറ് സുഖമായിട്ട് നമുക്ക് അവിടെ പ്രോപ്പർട്ടിക്ക് അടുത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആണ് ചുറ്റും. അതാണ് ആ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു മെയിനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം അടുത്ത് വേറെ പ്രോപ്പർട്ടീസ് വീടുകളൊക്കെ ദൂരത്ത് ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേറെ ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല അവിടെ. നമുക്ക് ഏത് സമയത്ത് വിളിച്ചാലും ഓടിയെത്താൻ ആ ഒരു നമ്മുടെ ഓണറുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ തന്നെ വിചാരിക്കും നമ്മുടെ ഇത്രയും കെയർഫുള്ളായിട്ട് ഇത്രയും അടിപൊളിയായിട്ടൊരു പ്രോപ്പർട്ടി നമ്മുടെ നാട്ടിൽ അദ്ദേഹം എങ്ങനെ സെറ്റ് ചെയ്തു എന്ന് വരെ ഞാൻ കുറേ നേരം പുള്ളിയോട് സംസാരിച്ച് ചോദിക്കുക വരെ ചെയ്തു. അത് നമുക്കും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാനായിട്ടൊരു പ്രചോദനം പോലെ എനിക്കൊരു മോട്ടിവേഷൻ പോലെ അത് ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു കുടിൽ, നമ്മൾ ആ ഒരു സ്റ്റേ ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. അത്യാവശ്യം വളരെ മോഡേൺ ആയിട്ട് എന്നാ ഒരു വിൻറ്റേജ് ഫീലൊക്കെ തരുന്ന വുഡിലൊക്കെ ചെയ്ത കൂട്ട് ഉള്ളൊരു ഫീലാണ്. നമ്മൾ ഈ മൂന്നാറൊക്കെ പോകുമ്പോൾ നമുക്കറിയാം ക്യാബിൻസ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ നാട്ടിലൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സ്പേസ് നമ്മുടെ നാട്ടിൽ വരുന്നതായിട്ട്. അപ്പോൾ അതുപോലെ ഈ ബിൽഡിങ്ങിന് നേരെ താഴെയാണ് നമുക്കിതുപോലെ ഒരു കിച്ചൺ ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്ക് കുക്ക് ചെയ്യണമെങ്കിൽ കുക്ക് ചെയ്യാം. അവിടെ ഗ്യാസ് കാര്യങ്ങളെല്ലാം ഉണ്ട്, സ്റ്റൗവ്, പാത്രങ്ങൾ എല്ലാം വേണ്ട അമ്യൂണിറ്റീസും അവിടെ ഉണ്ട്. ഒരു ഗ്ലാസ്സുകളാണെങ്കിലും ഈ പറഞ്ഞ ഫുഡ് കഴിക്കാൻ വേണ്ട അമ്യൂണിറ്റീസ് ആണെങ്കിലും ഫ്രിഡ്ജുണ്ട്, മേളിൽ ഫ്രിഡ്ജുണ്ട്. എന്തെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരു വീട്ടിൽ പോയി നിൽക്കുന്ന പോലെ വേണമെങ്കിൽ സുഖമായിട്ട് നിൽക്കാം. നമ്മൾ തന്നെ കുക്ക് ചെയ്യാൻ നമുക്ക് മൈൻഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയി നമുക്ക് തന്നെ കുക്ക് ചെയ്ത് ഒരു ദിവസം 1-2 ദിവസം ഒന്ന് റിലാക്സ് ആയിട്ട് നിൽക്കണമെങ്കിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. ഇതുപോലെ ചെറിയ കുട്ടികൾക്കാണേലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും ഇരുന്ന് സംസാരിക്കാനും ഒക്കെയുള്ള ഇതുപോലെ സ്പേസ് ഉണ്ട്, സ്വിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും റിച്ച് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു കുടിൽ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ കുടിൽ നിന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും ചെറിയൊരു സെറ്റപ്പ് അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ഏൻഷ്യൻ കൈൻഡ് ഓഫ് ഒരു സ്റ്റേ ആണെന്ന് വിചാരിക്കും. പക്ഷെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴാണ് നമ്മൾ പക്ക ഒരു ലക്ഷറി ഒരു റിസോർട്ടിൽ നമ്മൾ മൂന്നാറൊക്കെ പോയാൽ എങ്ങനെയാണ് കാണുന്നത് അതേ ഒരു വൈബിലാണ് ആള് ഉള്ളിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത്യാവശ്യം വൻകിടലം തന്നെയായിട്ടാണ് ആൾ ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി സത്യം പറഞ്ഞാൽ ആൾക്ക് തന്നെയാണ് അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റും നമ്മൾ കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പ്രോപ്പർട്ടിയുടെ സ്റ്റെപ്പൊക്കെ കയറി മേളിലേക്ക് എത്തുമ്പോഴാണ് നമുക്കൊരു 3 ഡോറ് കാണാം. അപ്പോൾ അതിൽ നടുക്കുള്ളത് ഒരു ഹാളാണ്. ഇപ്പോൾ എല്ലാവർക്കും കൂടെ വന്ന് സംസാരിച്ചിരിക്കാനും ഒക്കെ ആയിട്ടൊരു സ്പേസ്. അവിടുന്നും അപ്പുറത്തേക്ക് നമുക്ക് ബാൽക്കണി ഉണ്ട്. അപ്പോൾ ഈ 2 റൂംസിലായിട്ട് നമുക്ക് ഒരു റൂമിൽ തന്നെ ഒരു 6 പേർക്ക് എക്സ്ട്രാ ബെഡ് ഇടാതെ കിടക്കാൻ പറ്റും, മേളിലും താഴെയായിട്ട്. ആ ഒരു സെറ്റപ്പൊക്കെ തന്നെ വൻ ലക്ഷറി ഒരു സെറ്റപ്പാണ്. കണ്ടില്ലേ, ഈ ഒരു റൂം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ ഒരു അടിപൊളി ഒരു
സെറ്റപ്പേ മാറി. ഫുൾ ഒരു വുഡൻ ആ ഒരു സെറ്റപ്പിൽ അടിപൊളിയാണ്. ഇപ്പൊ താഴെ നമുക്കൊരു 3 പേർക്ക് സുഖമായിട്ട് കിടക്കാം. അതുപോലെ തന്നെ സ്റ്റെപ്പ് കയറി മേളിലെത്തുമ്പോഴും നമുക്കൊരു 3 പേർക്ക് കിടക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ റൂമിനും സെപ്പറേറ്റ് ബാൽക്കണിയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഡോർസ് ഉണ്ട്, TV ഉണ്ട്, എല്ലാ അമ്യൂണിറ്റീസും. നമ്മളിപ്പോൾ ഒരു 3000 രൂപയ്ക്ക് നമ്മളൊരു ഹോട്ടൽ റൂം, ഒരു ഡീലക്സ് റൂം എടുത്താൽ എന്താണോ സെറ്റപ്പ് ഉള്ള, മേ ബി അതിലും കൂടുതൽ ക്ലീൻലിനെസ്സും അല്ലെങ്കിൽ അതേപോലെ തന്നെ അമ്യൂണിറ്റീസും നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടി തരുന്നുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂംസും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് അവിടെ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രോപ്പർട്ടിയിൽ നമ്മൾ സ്റ്റേ ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ റൂമിനുള്ളിലിരുന്ന് ഒരിക്കലും ഫുഡ് കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എയർ കണ്ടീഷനിങ് ആയതുകൊണ്ടും പുറത്തേക്ക് പോകാൻ ഡോർ ഉള്ളത് കൊണ്ടും തന്നെ നമ്മൾ ഒരിക്കലും അടുത്ത് വരുന്ന ഒരു സ്റ്റേക്ക് വരുന്ന ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. കാരണം നമ്മൾ ഫുഡ് അകത്തിരുന്ന് കഴിച്ചാൽ അതിൻ്റെ സ്മെല്ലൊക്കെ അകത്ത് തന്നെ നിൽക്കും. അപ്പം അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അതിനാണ് താഴെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ഡൈനിങ് സ്പേസ് താഴെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാൽക്കണി സ്പേസ് ഉണ്ട്. നമുക്ക് ആ ഒരു മീൻകുളം കാണാനും അവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ തുണി നനച്ചാൽ വിരിച്ചിടാനുള്ളൊരു സൗകര്യങ്ങളുണ്ട്. അത്യാവശ്യം ഈ ഒരു സ്പേസ് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പേസ് ആയിരുന്നു അവിടുത്തെ. കാരണം ആ ഒരു മീൻകുളമൊക്കെ കണ്ട് വൈകിട്ടൊരു ചായയൊക്കെ കുടിച്ച് ഒരു കട്ടനൊക്കെ ഇട്ട് ഇരുന്ന് സംസാരിച്ചിരിക്കാൻ അടിപൊളി ഒരു സ്പേസ് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ രാത്രിയാണെങ്കിലും ഇവിടുത്തെ ലൈറ്റിങ്, വൈകിട്ടത്തെ ഒരു വൈബ് എന്ന് പറഞ്ഞാലും ഭയങ്കര രസമാണ് കാണാൻ. ഈ ഒരു പ്രോപ്പർട്ടി കംപ്ലീറ്റ് ലൈറ്റൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ആ ഒരു പ്രോപ്പർട്ടീനെ പറ്റി പറയാനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു പ്രോപ്പർട്ടി Airbnb അല്ലെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് പ്രീ ബുക്ക് ചെയ്ത് പോവുക. ചെറിയൊരു അഡ്വാൻസ് ഒക്കെ ചെയ്ത് നമുക്ക് പോയി സ്റ്റേ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ ഈ ഒരു സ്റ്റേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് പേർക്ക് എത്തിച്ചു കൊടുക്കുക ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി. അപ്പോൾ ഇത്രയും തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കുറച്ച് വിശേഷങ്ങളുമായിട്ട് നമുക്ക് ഇനിയും കാണാം. ഇനിയും യാത്രകൾ നമുക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.